HDFCയുടെ ATMൽ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫാസ്റ്റ് ക്യാഷ് അഥവാ എളുപ്പത്തിൽ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. HDFCക്ക് CDM ഉണ്ട്. അപ്പോൾ CDMലും ATMലും നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകൾ ഉണ്ടല്ലോ, അതിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ CDMലും എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. HDFCയുടെ ATMനെയും CDMനെയും സംബന്ധിച്ച് എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിന്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുവഴി ഇത് അവർക്കും പ്രയോജനപ്പെടും. അതുപോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ ഫാസ്റ്റ് ക്യാഷ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാനായിട്ട് നമുക്ക് HDFCയുടെ ATMലേക്ക് പോകാം. അങ്ങനെ HDFC ബാങ്കിൻ്റെ ATMൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ATM കാർഡ് ഇതാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മെഷീനിൻ്റെ കാർഡ് റീഡറിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ HDFC ബാങ്കിൻ്റെ CDMലും ഇതേപോലെ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ATMൻ്റെയും CDMൻ്റെയും സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞതും CDMൽ ഇത് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രീനിന്റെ വലതുഭാഗത്ത് ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഇംഗ്ലീഷ് എന്ന ഓപ്ഷനാണ് ഞാൻ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് 7 ഓപ്ഷനുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൽ സ്ക്രീനിന്റെ ഇടതുവശത്ത് ഏറ്റവും മുകളിലായിട്ടുള്ള ഗെറ്റ് ഫാസ്റ്റ് ക്യാഷ് എന്ന ഈ ആദ്യത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ അക്കൗണ്ട് ടൈപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്യാനുള്ള സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ സേവിങ്സ് അക്കൗണ്ട് ആണ് നമ്മൾ സാധാരണയായിട്ട് ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ആരെങ്കിലും ബിസിനസ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് കറണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആ കറണ്ട് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലാത്തവരൊക്കെ ഈ സേവിങ്സ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അങ്ങനെ അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞതും ഇപ്പൊ സ്ക്രീനിന്റെ വലതുവശത്തായിട്ട് കുറച്ച് സംഖ്യകളുടെ ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ 1000, 2000, 3000, 5000 തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് സംഖ്യയാണോ നമുക്ക് വേണ്ടത് അതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ എത്ര രൂപയാണോ നമുക്ക് വേണ്ടത് അത് മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണത്. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതാ ഇപ്പോൾ ഇവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ വരുന്ന തംബ്നെയിലിൽ പ്രസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ സംഖ്യകൾ സെലക്ട് ചെയ്യുമ്പോൾ 5000 രൂപ വരെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ക്യാഷ് വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് എടുക്കുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അപ്പം ഞാനൊരു 1000 രൂപയാണ് എടുത്തു കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ 4 ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിലുള്ള 1000 എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന് അഥവാ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെഷീനിന്റെ കീപാഡ് ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ അതിൽ എൻ്റെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന് ക്രമം തെറ്റാതെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പം മെഷീൻ ആ ക്യാഷിനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ ഇതേപോലെ കാർഡ് പുറത്തേക്ക് എടുക്കാനും ക്യാഷിനായി വെയിറ്റ് ചെയ്യാനും കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ കാർഡ് എടുത്തിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മെഷീനിന്റെ ക്യാഷ് മൗത്ത് ഇതാ ഈ ഭാഗത്താണുള്ളത്. ഇതിങ്ങനെ ഓപ്പൺ ആകും. അങ്ങനെ നമ്മുടെ ക്യാഷ് ഇതേപോലെ പുറത്തേക്ക് വരും. അത് നമുക്ക് ഇതേപോലെ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ആ ട്രാൻസാക്ഷൻ പൂർത്തിയായി. ഇനി അടുത്തതായിട്ട് HDFC ബാങ്കിന്റെ തന്നെ CDM അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നമുക്ക് ഈ രീതിയിൽ എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ HDFCയുടെ CDM ഇതാണ്. അപ്പോൾ സ്ക്രീനിന്റെ താഴെയായിട്ട് ഈ ഭാഗത്തു കൂടെയാണ് നമ്മുടെ കാർഡ് ഇതുപോലെ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിരിക്കുന്നു. ഇവിടെ ഇംഗ്ലീഷും ഹിന്ദി തുടങ്ങിയ 2 ഭാഷകൾ മാത്രമേ ഉള്ളൂ കേട്ടോ CDMൽ. അപ്പം ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആ ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ 4 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അതിൽ മുകളിൽ നിന്ന് താഴേക്ക് മൂന്നാമതായിട്ടുള്ള
മെയിൻ മെനു എന്ന ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 7 ഓപ്ഷനുകൾ സ്ക്രീനിൽ കാണാം. അതിൽ സ്ക്രീനിൻ്റെ വലതുവശത്തുള്ള ഏറ്റവും മുകളിലത്തെ ഓപ്ഷനാണ് ഫാസ്റ്റ് ക്യാഷ്. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ സേവിങ്സ് അക്കൗണ്ടിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സംഖ്യകളുടെ സ്ക്രീന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 1000 രൂപ തന്നെയാണ് ഇവിടെയും എടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള 1000ൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു. അപ്പം മെഷീനിന്റെ ഈ ഭാഗത്താണ് കീപാഡ് ഉള്ളത്. അപ്പം ഞാൻ അതിൽ പിന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ കീപാഡിൽ കുറേ ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. അപ്പം ആ വീഡിയോ കണ്ട് അതൊക്കെ മനസ്സിലാക്കുക. ഇപ്പം മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്യുന്നു. ഇപ്പം സ്ക്രീനിൽ പ്ലീസ് കളക്ട് യുവർ കാർഡ് ആൻഡ് വെയിറ്റ് ഫോർ ദ ക്യാഷ് എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. സ്ക്രീനിന്റെ നേരെ താഴെയായി കാണുന്ന ഇതാണ് ഇതിന്റെ ക്യാഷ് മൗത്ത്. അപ്പം നമ്മൾ കാർഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിന്റെ ഷട്ടർ ഇതുപോലെ ഓപ്പൺ ആകും. ഇപ്പം അതിൽ ഞാൻ സെലക്ട് ചെയ്ത 1000 രൂപ കാണുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ കൈയിട്ട് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ആ ട്രാൻസാക്ഷൻ പൂർത്തിയായി. അപ്പം ഈ രീതികളിലാണ് HDFC ബാങ്കിന്റെ ATMലും CDMലും നമ്മൾ ഫാസ്റ്റ് ക്യാഷ് എടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.